കേരള ഹൗസിൽ നിർത്തിയിട്ടിരുന്ന ഗവർണറുടെ വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിച്ചു. കേരള ഹൗസ് ലോ ഓഫീസറിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിശദാംശങ്ങൾ. കേരള ഹൗസിൽ നിർത്തിയിട്ടിരുന്ന ഗവർണറുടെ വാഹനത്തിൽ മറ്റൊരു കാറിടിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കേരള ഹൗസ് ലോ ഓഫീസറിന്റെ വാഹനമാണ് ഇത്തരത്തിൽ ഗവർണറുടെ വാഹനത്തിലേക്ക് ഇടിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ. അച്യുതൻ, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് 8:30 ഈ സംഭവം. ഞാനിപ്പോൾ ഉള്ളത് ഈ കൊച്ചിൻ ഹൗസിലാണ്. ഈ കൊച്ചിൻ ഹൗസിന്റെ പ്രത്യേകത തന്നെ ഇവിടെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഡൽഹിയിലെത്തിയാൽ അവർ താമസിക്കുന്ന അവരുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഇന്ന് രാവിലെ 8:30 എന്റെ പുറകിലായി ഗവർണറുടെ വാഹനം നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് വാഹനം നിർത്തിയിട്ടിരുന്നത്. അല്പം പുറകിലേക്കായിരുന്നു വാഹനം നിർത്തിയിട്ടിരുന്നത്. എന്നാൽ ആ വാഹനത്തിലേക്ക് ഇവിടുത്തെ ലോ ഓഫീസറുടെ വണ്ടി ഇടിക്കുകയായിരുന്നു. എന്നാൽ ഈ ഇടിച്ചതിന് ശേഷം ഇവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോടും മറ്റുദ്യോഗസ്ഥരോടും കയർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം അവർ ചോദിച്ചത് ഇവിടെ വാഹനം ഇടാൻ ആരാണ് അനുമതി നൽകിയത് എന്ന ഒരു ചോദ്യമാണ് ലോ ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗവർണറുടെ വാഹനമാണ് അവിടെ കിടന്നത്. ഗവർണറുടെ ഔദ്യോഗിക വാഹനമാണ് കൊച്ചിൻ ഹൗസിന് മുൻപിൽ നിർത്തിയിട്ടിരുന്നത്. ആ വാഹനത്തിലേക്ക് വന്ന് ഇടിക്കുകയാണ് ഉണ്ടായത്. വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം, അതിന്റെ മുൻവശത്തായിട്ട് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ നൽകിയതാണ്. നമുക്ക് എന്തായാലും നിലവിൽ ഇപ്പോഴും ആ ലോ ഓഫീസറുടെ വാഹനം കയർത്ത ശേഷം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോടും മറ്റ് ഉദ്യോഗസ്ഥരോടും കയർത്ത ശേഷം ഇപ്പോഴും ആ വാഹനം സെക്യൂരിറ്റി ഓഫീസറുടെ ലോ ഓഫീസറുടെ വാഹനം ഇവിടെ ഇപ്പോഴും നിർത്തിയിട്ടിരിക്കുകയാണ്. അവർ വെല്ലുവിളി ഉയർത്തിയ ശേഷമാണ് ഇവിടെ നിന്ന് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭാഗം, ഇത് കൊച്ചിൻ ഹൗസിന്റെ മുൻഭാഗമാണ്. ഇവിടെ സ്വാഭാവികമായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഗവർണറുടെ വാഹനം അല്പം പുറകിലേക്ക്, ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്കായിരുന്നു നിർത്തിയിട്ടിരുന്നത്. അതായത് സ്വാഭാവികമായും മറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് കടന്നു പോകാനുള്ള കൃത്യമായ ഒരു സ്പേസ് അത് ഇട്ടതിന് ശേഷം പുറകിലേക്കായിരുന്നു വാഹനം നിർത്തിയിട്ടിരുന്നത്. പക്ഷേ ഈ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്കാണ് നമ്മൾ ഈ കാണുന്ന ലോ ഓഫീസറുടെ ഈ ഓൾട്ടോ വാഹനം വന്ന് തട്ടുന്നത്. തട്ടിയ ശേഷം അത് ചോദ്യം ചെയ്ത സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോട്, കാരണം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് ഗവർണറുടെ ഔദ്യോഗിക വാഹനമാണ്, ആ വാഹനത്തിലാണ് ഇങ്ങനെ ഇത്തരത്തിൽ കൊണ്ടുവന്ന് ഇടിച്ചത്. അത് ചോദ്യം ചെയ്ത സമയത്ത് ലോ ഓഫീസർ പറഞ്ഞത് ഈ വാഹനം ഇവിടെ ഇടാൻ ആരാണ് നിങ്ങൾക്ക് പെർമിഷൻ നൽകിയത്, ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അച്യുതനാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കേരള ഹൗസിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.